അപ്പോൾ ഈ കുണി എങ്ങോട്ട് പോകണമെന്ന് അറിയാം. നമ്മൾ ഈ മഹത്വത്തിൻ്റെ വീട്ടിലാണ്. നമ്മൾ ആരോണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരോണ്ട് അതേ ഗൈസ്, ആ നിമിഷം എനിക്ക് ആ വീഡിയോ ഓർമ്മ വന്നു. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോണ വഴി കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. ഇവളുടെ വീടെന്ന് പറയുന്നത് 2 വരി തറവാട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് അടുക്കളയൊന്ന് വീടൊന്ന് അങ്ങനെ വേറെ വേറെ ആയിട്ട് 2 ഇതിൽ. അപ്പം ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, ആ പഴയ ആ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് ഇതിലോട്ട് കയറുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ സൂര്യയുടെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ സൂര്യയുടെ വീട്ടിൽ അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. ഇതാ കൂടെ ഒരു കുട്ടി കുറുമ്പനും. അങ്ങനെ കുറച്ച് നേരം ഇവൻ്റെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇവനെ കുറേ നേരം കൊതിപ്പിച്ച് ലാസ്റ്റ് പൂച്ചയ്ക്ക് തന്നെ മടുത്തു. പൂച്ച തന്നെ ഇറങ്ങി പോകുന്നതാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ അമ്മ നമുക്ക് വേണ്ടി നല്ല ചൂട് ചായയും കായവറുത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യയുടെ വീട്ടിലേക്ക് വന്നത് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എനിക്ക് വന്നതേ കുറേ ചോക്ലേറ്റ് ഒക്കെ പെറുക്കി തന്നു കേക്കിൻ്റെ മുകളിലിരിക്കുന്നത്. എന്നെ സത്യം പറഞ്ഞാൽ ഇവളൊരു കുഞ്ഞു കുട്ടീനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. പിടിച്ചിരുത്തി എന്നെ ഒരുക്കുക, മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് തരിക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അവൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഇവനോട് നല്ല കമ്പനി കേട്ടോ. ആദ്യം നമ്മളത്ര ഒരു സുഖക്കേട് ഉണ്ടായിരുന്നില്ല. അമ്മ നമുക്ക് നല്ല വാഴയിലയിൽ നല്ല നെയ്ച്ചോറും ചിക്കനൊക്കെ വിളമ്പി തന്നു കേട്ടോ. അവളുടെ ബർത്ത്ഡേൻ്റെ ചിലവാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ബൈ.